ഒരു കാരണമില്ലാണ്ട് ഈ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുക. വൈകിട്ടാവുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലക്ഷണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുക. ആങ്സൈറ്റിയിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ ഉള്ളത്, നമ്മൾ നേരത്തെ ഒരു പട്ടിനെ കുറിച്ച് പറഞ്ഞു, ആങ്സൈറ്റി ഉള്ളത് അതൊരു ചിന്തയാണ്. ആ ഹോർമോൺ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾക്ക് ആ സമയത്ത് നിന്ന് ഓടി അവിടെ നിന്ന് രക്ഷപ്പെടണം. ഹായ്, ഞാൻ ഡോക്ടർ പ്രതീഷ്, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ആൻഡ് CEO സൊലൈസ് ഗ്രൂപ്പ്. എന്താണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്? ആങ്സൈറ്റി ഡിസോർഡേഴ്സ് വരുമ്പോൾ ലക്ഷണങ്ങൾ എന്താണ്, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? നമ്മളൊരു പട്ടി വന്ന് നമ്മൾ കടിക്കാൻ വന്നെന്ന് വിചാരിക്കുക, നമ്മൾ എന്താ ചെയ്യുക? പട്ടി ചെറുതാണോ വലുതാണോ എന്ന് നോക്കും അല്ലേ? ചെറിയ പട്ടിയാണെങ്കിൽ അതിനൊരു തട്ട് കൊടുക്കണം, വലിയ പട്ടിയാണെങ്കിൽ അതിനെ ഓടി രക്ഷപ്പെടണം. ഇതിനെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. ഇത് നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു മെത്തഡാണ് നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ പട്ടീനെ കാണുമ്പോൾ അത് ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു, അതൊരു ത്രെറ്റാണെന്നും. അപ്പോൾ ബ്രെയിൻ അവിടെ നിന്ന് നമ്മളെ കിഡ്നിയുടെ മുകളിൽ ഗ്ലാൻഡ്, സുപ്രാറീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിൻ്റെ റിലീസ് വരുന്നു. ആ ഹോർമോൺ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾക്ക് ആ സമയത്ത് നിന്ന് ഓടി അവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമുക്കത് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ബോഡി ഭയങ്കര ഒരു എന്താ പറയുക, സ്പോർട്ട് മോഡൊക്കെ കാറിൻ്റെ ഒക്കെ ഇല്ലേ, നമുക്ക് പല മോഡുള്ള പോലെ സ്പോർട്ട് മോഡ് പോലെ ആക്കണം. അപ്പോൾ ബ്ലഡ് എല്ലാം നന്നായി പമ്പ് ചെയ്യണം, മസിൽസിലേക്കെല്ലാം പമ്പ് ചെയ്ത് മസിൽസിലേക്കുള്ള ഹാർട്ട് ഇടിച്ച് പമ്പ് ചെയ്യണം. അതുപോലെ നമ്മൾ ആ സമയത്തുള്ള അറ്റൻഷൻ ഫുള്ള് ആ പട്ടിയിലേക്ക് മാത്രം നിൽക്കണം, ബാക്കിയുള്ള സൈഡിലേക്ക് പോകാണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 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 രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ലക്ഷണങ്ങളാണ് ശരിക്കും. ഇത് നോർമൽ റെസ്പോൺസാണ്. ആങ്സൈറ്റിയിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ ഉള്ളത്, നമ്മൾ നേരത്തെ ഒരു പട്ടിനെ കുറിച്ച് പറഞ്ഞു, ആങ്സൈറ്റി ഉള്ളത് അതൊരു ചിന്തയാണ്, അല്ലെങ്കിൽ ത്രെറ്റ് എന്നുള്ള ചിന്തയാണ്. അയ്യോ, എൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് ക്യാൻസർ വരുമോ, അതിനെ ഹെൽത്ത് ആങ്സൈറ്റി എന്ന് പറയും. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്തുള്ള പ്രയോറിറ്റീസ്, അതെൻ്റെ ബിസിനസ്സാകാം, അല്ലെങ്കിൽ എൻ്റെ ജോലിയാകാം, എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ അവർ പഠിത്തമാകാം, ഒരു എക്സാം ആകാം. ബിസിനസ്സായിരുന്നു, അയ്യോ എൻ്റെ ബിസിനസ് ശരിക്കും നടക്കില്ലേ, അല്ലെങ്കിൽ ജോലിക്കാരൻ എൻ്റെ ജോലി പോവോ, കുട്ടികൾക്കാണെങ്കിൽ എൻ്റെ എക്സാമിന് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുമോ, ഞാൻ ഇപ്പോൾ തോൽക്കുമോ എന്നുള്ളത് തോന്നുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇത് ത്രെട്ടായിട്ടാണ് അവരെടുക്കുന്നത്. അയ്യോ, അവർക്കറിയില്ല, ഇത് ചിന്തയാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ ബ്രെയിൻ എന്താ ചെയ്യുക, ഈ ത്രെട്ടായിട്ടുള്ള ഈ സൈക്കിളിലുള്ള ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ഇതിൽ നിന്നാണ് നമുക്ക് ആങ്സൈറ്റി സിംറ്റംസ് വരുന്നത്. ആങ്സൈറ്റി സിംറ്റംസിൽ എന്തൊക്കെയാണ്? ഒന്ന്, ഹൃദയം ഇടിക്കണ പോലെ തോന്നുക, പിന്നെ നെഞ്ചിനൊരു ഭാരം, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോണ പോലെ, അല്ലെങ്കിൽ ടൊല്ലി പോകാൻ തോന്നില്ല, എപ്പോഴെങ്കിലും ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ മരിച്ചു പോകുമോ എന്നുള്ള തോട്ട്സ്. ഇതൊക്കെയാണ് ആങ്സൈറ്റിയുടെ സിംറ്റങ്ങൾ വരാൻ. ഈ നോർമൽ ആങ്സൈറ്റി സിംറ്റംസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. നമുക്കൊരു സ്ട്രെസ്സ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു പ്രസൻറ്റേഷൻ വരുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവും, അത് നോർമലാണ്. അപ്പോൾ ചെറിയൊരു ആങ്സൈറ്റി റിയാക്ഷൻ നോർമലാണ്. അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് ഭാരം കൂടുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇതെല്ലാം സ്ട്രെസ്സാണ്, അത് നോർമൽ റിയാക്ഷനാണ്. ഇത് ചികിത്സിക്കണമെന്ന് ചോദിച്ചാൽ അത് ചികിത്സിക്കേണ്ട, ഇത് തൽക്കാലം വന്നത് അതുപോലെ തന്നെ മാറിക്കോളും. ഇത് എപ്പോൾ ചികിത്സ നേടണം, അല്ല ചികിത്സയ്ക്ക് നമ്മൾ പോകണം, എപ്പോൾ ഡോക്ടറെ കാണണം എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഒരു കാരണമില്ലാണ്ട് ഈ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുക. വൈകിട്ടാവുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലക്ഷണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുക. നമുക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല, അറ്റൻഷൻ ചെയ്യാൻ പറ്റണില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ ഇത് പതുക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിനെ ബാധിക്കുക, നമ്മുടെ ജോലിനെ ബാധിച്ചു തുടങ്ങുക. നമുക്ക് ജോലിയിൽ പോകുമ്പോൾ നമ്മുടെ പണ്ടത്തെ അത്ര നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണില്ല. പല കാര്യങ്ങളും നമ്മൾ നീട്ടി വെച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഡെഡ് ലൈനിൽ മീറ്റ് ചെയ്യാൻ പറ്റണില്ല, ജോലിക്ക് പോകാൻ തന്നെ പേടി. ഇതൊക്കെ നമ്മുടെ ജോലിനെയും കുടുംബത്തെയും നമ്മുടെ ആരോഗ്യത്തിനെയും ബാധിച്ചു കഴിഞ്ഞാൽ പല വേദനകൾ ഇതൊക്കെ തുടങ്ങാം. ആണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത്. അത് ഡോക്ടേഴ്സ് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കും, അതിൻ്റെ സിവിയറിറ്റി നോക്കും. ഇനി അത്ര സിവിയർ അല്ലെങ്കിൽ മൈൽഡൊക്കെ ആണെങ്കിൽ നമുക്ക് റിലാക്സേഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് JPMR എന്ന് പറഞ്ഞ മെത്തേഡ്സ് ഉണ്ട്, പല യോഗ, മെഡിറ്റേഷൻ, പിന്നെ നമ്മുടെ തെറാപ്പീസ് ഉണ്ട് ഇതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം നമ്മുടെ തോട്ടിലാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. ഈ തോട്ടിനെ മോഡിഫൈ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. അത് സൈക്കോളജിസ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അതിനുശേഷം നമുക്ക് അതിനുശേഷം ആങ്സൈറ്റി കൂടുതലാണ്, എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ അതിനുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. മെഡിക്കേഷൻസ് ചെറിയ ഒരു മരുന്നാണ്, അത് കുറച്ച് നാൾ കഴിക്കേണ്ടി വരും. അതൊരു 4 or 5 months അല്ലെങ്കിൽ 6 months അല്ലെങ്കിൽ 7 months, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിവിയറിറ്റിയാണ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം മരുന്ന് നമുക്ക് അതൊക്കെ ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് നീട്ടി വെക്കരുത്. ഇത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ആങ്സൈറ്റി നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ്സ് കൂട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്.
കോർട്ടിക്കോസ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ റിലീസ് വരും. അത് നമ്മുടെ എല്ലാത്തിലും ഒരു നീരുണ്ടാക്കിക്കും. അത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നീ കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കും. അബ്ഡോമിനലിലെ ഒബേസിറ്റി അല്ലെങ്കിൽ വയറിൻ്റെ അവിടെയുള്ള ഇത് കൂട്ടാനൊക്കെ ചാൻസാണ്. അപ്പോൾ ഇത് നിസ്സാരമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന പ്രശ്നമാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും. താങ്ക് യു.